പുതിയ UDF സർക്കാരിൽ ജനങ്ങൾ ഏറ്റെടുത്തതായി ചൂണ്ടിക്കാണിക്കാവുന്നത് രണ്ട് പദ്ധതികളാണ്. ഒന്ന് KSRTCയുടെ പ്രിയദർശിനി സൗജന്യയാത്രയും മറ്റൊന്ന് ഓപ്പറേഷൻ തൂഫാനും. അതിൽ സൗജന്യയാത്രാ പദ്ധതിയെ തന്നെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയിരിക്കുന്നത് പ്രതിപക്ഷത്തു നിന്ന് ആരുമല്ല, സംസ്ഥാനത്തിന്റെ ഗതാഗത മന്ത്രി തന്നെയാണ്. സൗജന്യയാത്ര എന്ന കാരണത്താൽ സ്ത്രീകൾ തള്ളിക്കയറുകയാണെന്നാണ് ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞിരിക്കുന്നത്. പൊതുജനങ്ങളുടെ ജീവിത രീതികളെയും മുൻഗണനകളെയും അങ്ങേയറ്റം ആക്ഷേപിക്കുന്ന തരത്തിലുള്ള മന്ത്രിയുടെ വാക്കുകൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി വൻ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. പാലക്കാട് വെച്ച് നടന്ന കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രിയിൽ നിന്നും ഏവരെയും ഞെട്ടിച്ച പരാമർശങ്ങൾ ഉണ്ടായത്. സാധാരണക്കാരായ ജനങ്ങൾ സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതിനെ തികച്ചും പരിഹാസ്യമായ രീതിയിലാണ് മന്ത്രി പ്രസംഗത്തിൽ ചിത്രീകരിച്ചത്. സൗജന്യ യാത്ര നടത്തുന്ന സ്ത്രീകളെ പരിഹസിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത്, സർക്കാർ ആശുപത്രികൾ ചികിത്സ തേടി പോകുന്ന സാധാരണക്കാരുടെ മുഖത്ത് കൊഞ്ഞനം കുത്തുക കൂടിയാണ്. നേരത്തെ ജൂൺ 15-ന് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മറ്റൊന്നും ഒരു വിഷയമല്ല, സ്ത്രീയായാൽ മതി, ആനുകൂല്യം കിട്ടുമെന്ന് പറഞ്ഞാൽ അതേ മന്ത്രി തന്നെയാണ് 2 മാസത്തോളം ആകുമ്പോൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതെന്നത് വിരോധാഭാസം. പിന്നീട് താൻ നടത്തിയത് സ്വയം വിമർശനമാണെന്നെല്ലാം പറഞ്ഞ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ അപ്പോഴേക്കും കൈവിട്ടുപോയിരുന്നു. ഇനി CP ജോണിലേക്ക് വരാം. SFI കാലത്ത് ശ്രദ്ധേയനായൊരു നേതാവായിരുന്നു. സംഘടനയെ നയിക്കാനും പ്രസംഗിക്കാനും ആളുകളെ സ്വാധീനിക്കാനും അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. എന്നാൽ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഇടക്കാലത്തെടുത്ത പല തീരുമാനങ്ങളും പാളി. അദ്ദേഹം CMPയിലെത്തി. MV രാഘവന്റെ രാഷ്ട്രീയം മാറിയപ്പോഴും ജോണിന്റെ മനസ്സ് UDFനൊപ്പമായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം, അതിനെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ദശാബ്ദങ്ങളോളം നീണ്ട രാഷ്ട്രീയ യാത്രയുടെ ഒടുവിൽ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലുയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ പഴയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇത്രയും കാലം മുന്നോട്ടാണോ നടന്നത്, അതോ പിന്നോട്ടാണോ? സ്ത്രീകൾ KSRTCയിൽ സൗജന്യയാത്ര വേണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടല്ല UDF അത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാക്കിയത്. അവർ തന്നെയാണ് ആ വാഗ്ദാനം മുന്നോട്ട് വെച്ചത്. അത് വിശ്വസിച്ച് നിരവധി സ്ത്രീകൾ അവർക്ക് വോട്ട് ചെയ്തു. KSRTC ബസ് പോലും അപൂർവമായി മാത്രമെത്തുന്ന മലബാറിലെ ഗ്രാമങ്ങളിലെ സ്ത്രീകൾ പോലും ഇതൊരു വലിയ സഹായകമാകുമെന്ന് കരുതിയിട്ടുണ്ടാകാം. പക്ഷേ അധികാരത്തിലെത്തിയ ശേഷം എന്താണ് സംഭവിച്ചത്? ഇന്നലെ വരെ ഓർഡിനറി സർവീസ് ആയിരുന്ന നിരവധി ബസ്സുകൾ ഒറ്റ രാത്രി കൊണ്ട് സിറ്റി ഫാസ്റ്റായി മാറിയെന്നതാണ് തിരുവനന്തപുരത്തുകാരുടെ അനുഭവം. സൗജന്യയാത്ര ഏതാനും ഓർഡിനറി സർവീസുകളിലേക്ക് ഒതുങ്ങി. വാഗ്ദാനം പൂർണ്ണമായി നടപ്പായില്ല. എന്നിട്ടും സമൂഹം പറഞ്ഞത് സാരമില്ല, കിട്ടുന്നതെങ്കിലും സ്ത്രീകൾക്കൊരു ആശ്വാസമല്ലേ എന്നു മാത്രമാണ്. പക്ഷെ ഇന്ന് ആ സ്ത്രീകളെയാണ് ഒരു മന്ത്രി കുറ്റപ്പെടുത്തുന്നത്. അവർ വെറുതെ ബസ്സിൽ കയറി യാത്ര ചെയ്യുകയാണെന്ന തരത്തിൽ സംസാരിക്കുന്നു, ആക്ഷേപിക്കുന്നു, പരിഹസിക്കുന്നു. ഒരു സർക്കാർ അനുവദിച്ച ആനുകൂല്യം ഉപയോഗിക്കുന്നത് എപ്പോഴാണ് കുറ്റമായത്? അത് സ്ത്രീകളുടെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല എന്ന് ഇവരെല്ലാം തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഇതേ മന്ത്രി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ആളുകൾ സ്വകാര്യ ആശുപത്രികളിൽ പോകാതെ സർക്കാർ ആശുപത്രികളിലേക്ക് പോകുന്നു എന്ന ആശങ്ക. സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെട്ടതുകൊണ്ടല്ലേ ജനങ്ങൾ അവിടേക്ക് പോകുന്നത്? അതിലെന്താണ് കുറ്റം? സർക്കാർ സ്കൂളുകളെ കുറിച്ചുള്ള പരാമർശവും വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാലയങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ തിരിച്ചെത്തിയ അനുഭവമാണ് കേരളത്തിനുള്ളത്. സ്വകാര്യ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമായവർക്ക് സർക്കാർ സ്കൂളുകളുടെ വളർച്ചയിൽ സന്തോഷമില്ലായിരിക്കാം. പക്ഷേ ചരിത്രം മാറ്റിയെഴുതാൻ കഴിയില്ല. ഒരാവേശത്തിന് ഇറങ്ങി പുറപ്പെട്ടത് അബദ്ധമായി എന്ന് തോന്നുകയാണെങ്കിൽ അത് ഏറ്റുപറയുകയാണ് വേണ്ടത്, അതല്ലാതെ പരിഹസിക്കുകയല്ല. തിരഞ്ഞെടുപ്പിന് മുമ്പ് വാഗ്ദാനം ചെയ്തത് മുഴുവൻ സർവീസിലും സൗജന്യയാത്രയാണ്. ഇപ്പോൾ നൽകിയതോ ഓർഡിനറി സർവീസിൽ മാത്രം. ഇത് പരീക്ഷണാടിസ്ഥാനത്തിലാണെന്നും ബാക്കി പിന്നീടാണെന്നുമാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞവർ ഇങ്ങനെ മാറ്റി പറയുന്നത് കേൾക്കുമ്പോൾ ഒരു കാര്യം ഏകദേശം വ്യക്തമാകും. ഈ പദ്ധതിയിൽ കൂടുതൽ വിപുലീകരണങ്ങളൊന്നും തൽക്കാലം പ്രതീക്ഷിക്കരുത്. ഏറ്റവും വേദനിപ്പിക്കുന്നത് മറ്റൊന്നാണ്. സ്ത്രീകൾക്ക് വാഗ്ദാനം ചെയ്ത പദ്ധതി പൂർണ്ണമായി നടപ്പാക്കാതെ പരിമിതമായി ലഭിക്കുന്ന ആനുകൂല്യം ഉപയോഗിക്കുന്ന സ്ത്രീകളെ പോലും പരിഹസിക്കുന്ന മനോഭാവം. ഇതൊരു വാക്കുപിഴയല്ല, ഒരു കാഴ്ചപ്പാടാണ്. ഒരു മന്ത്രി പൊതുവേദിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം സാധാരണ സ്ത്രീകളുടെ ജീവിതം മനസ്സിലാക്കുന്നില്ല എന്ന സന്ദേശമാണ് സമൂഹത്തിന് ലഭിക്കുന്നത്. CP ജോൺ ഇന്നും ഇടയ്ക്കിടെ പറയാറുണ്ട്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, മാർക്സിസ്റ്റുകാരനാണെന്ന്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം ദുർബലരെ പരിഹസിക്കുന്ന രാഷ്ട്രീയമല്ല, അവകാശങ്ങളെ പരിഹസിക്കുന്ന രാഷ്ട്രീയവുമല്ല, സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന രാഷ്ട്രീയമല്ല. അതുകൊണ്ട് തന്നെ CP ജോൺ ഇപ്പോൾ ചെയ്യണമെന്ന് സമൂഹം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്.
ഒന്നാമത്, സ്ത്രീകളെ വേദനിപ്പിച്ച പ്രസ്താവനയ്ക്ക് പരസ്യമായി മാപ്പ് പറയണം. രണ്ടാമത്, മുൻ LDF സർക്കാർ നടപ്പാക്കിയ 35 മുതൽ 60 വയസ്സ് വരെയുള്ള അർഹരായ വീട്ടമ്മമാർക്ക് പ്രതിമാസം 1000 രൂപ നൽകിയിരുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി പൂർണ്ണതയോടെ പുനഃസ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാകണം. മൂന്നാമത്, തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്തതുപോലെ KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലും വ്യാപ്തിയിലും നടപ്പാക്കണം. ഓർഡിനറി ബസ്സുകൾ വെട്ടിക്കുറച്ച് സിറ്റി ഫാസ്റ്റുകളാക്കി മാറ്റി. അപ്പോൾ തിരക്ക് കൂടും. അതിന് സ്ത്രീകളെ കുറ്റം പറയാതിരിക്കുക. ഒരു മന്ത്രിയുടെ വാക്കുകൾ ഒരു വ്യക്തിയുടെ അഭിപ്രായം മാത്രമല്ല, അത് സർക്കാരിന്റെ മനോഭാവത്തിന്റെ പ്രതിഫലനമാണ്. പറഞ്ഞതെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ തിരുത്താൻ മന്ത്രിക്ക് ഇനിയും അവസരമുണ്ട്. ഒപ്പം നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക. ജനങ്ങളെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ ചരിത്രം CP ജോണിനെ അദ്ദേഹം ആഗ്രഹിക്കുന്ന പേരിലല്ല, അദ്ദേഹം അർഹിക്കുന്ന പേരിലാണ് ഓർക്കുക.